നമസ്കാരം പ്രിയമുള്ളവരെ. ഗസയിൽ ഇസ്രായേൽ പൂർണ്ണമായ വംശീയ ഉന്മൂലീകരണം തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏകദേശം ഗസയുടെ പൂർണ്ണമായ ഭാഗവും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടും പുറത്തു വരികയാണ്. ഇസ്രായേൽ ഗസയിൽ പൂർണ്ണമായ വംശീയ ഉന്മൂലീകരണമാണ് ലക്ഷ്യമാക്കുന്നത്. അതായത് ഒരു വംശത്തെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന രീതിയിലുള്ള നടപടികളാണ് ഗസയിൽ ഇസ്രായേൽ അനുവർത്തിക്കുന്നത്. അവരുടെ റിപ്പോർട്ടിൽ, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം എടുത്തു തന്നെ പറയുന്നുണ്ട്: ജനനം തടയുക എന്ന ലക്ഷ്യം ഇസ്രായേലിനുണ്ട്. ഞാൻ നേരത്തെയും എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു, ഇസ്രായേലിൻ്റെ ചില നടപടികളെ ഉദ്ധരിച്ചുകൊണ്ട്. അതായത് ഇസ്രായേൽ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അവരുടെ പ്രത്യുൽപാദന ക്ഷമതയെ നശിപ്പിക്കുക എന്നതുകൂടിയാണ്. അതായത് ദീർഘകാലം പട്ടിണി കിടക്കുന്ന ജനതയ്ക്ക് അവരുടെ പ്രത്യുൽപാദന ക്ഷമതയെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇസ്രായേൽ ഗസയിൽ ഒരു പുതിയ തലമുറ വളർന്നു വന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പൈതൃകം ഏറ്റെടുത്ത് അവർ ഇസ്രായേലിനെതിരെ സമരം ചെയ്യരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗസയിലെ ജനങ്ങളുടെ പ്രത്യുൽപാദന ക്ഷമതയെ തകർക്കുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അത് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വരെ പറയുകയാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞത്. കാരണം ഗസയിലേക്ക് ഈ ഗർഭസ്ഥ ശിശുക്കൾക്ക്, ഗർഭിണികൾക്ക്, അവരുടെ ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യവും ബുദ്ധിയുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി കഴിക്കേണ്ടുന്ന മരുന്നുകൾ അതും ഗസയിലേക്ക് എത്തുന്നതിന് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഗർഭസ്ഥ ശിശു, അതുപോലെ ഗർഭിണികൾ, ഇവർക്കൊക്കെ ലഭിക്കേണ്ടുന്ന വൈറ്റമിനുകൾ അടങ്ങിയ ഗുളികകളൊക്കെ ഗസയിലേക്ക് വരുന്നതിന് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പ്രസവശേഷം സ്ത്രീകൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിക്കുന്ന മരുന്നുകൾ ഇതും ഗസയിലേക്ക് എത്താതിരിക്കുവാൻ ഇസ്രായേൽ ശ്രദ്ധിച്ചിരുന്നു. അതിനും കടുത്ത ഉപരോധങ്ങൾ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഗസയിൽ പ്രവർത്തിച്ചിരുന്ന ഏക IVF ഹോസ്പിറ്റൽ അത് ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു. അവിടെ സൂക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് ഭ്രൂണങ്ങളും ഇസ്രായേലി സൈനികർ നശിപ്പിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ ഈ പത്ര റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗസയിൽ ഒരു പുതിയ തലമുറ ജനിച്ചു വളർന്ന് അത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പൈതൃകം ഏറ്റെടുക്കരുത് എന്ന് ലക്ഷ്യമാക്കിയിരുന്നു എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത്. ജനനം തടയുക എന്ന് ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ആഗ്രഹിച്ചിരുന്നു എന്നത്. എന്തായാലും ലോകം കൂടുതൽ ക്രിയാത്മകമായി ഇസ്രായേലിന് ഇത്തരം ചെയ്തികളെ എതിർക്കുന്നു എന്നതാണ് ഏക ആശ്വാസം. പ്രത്യേകിച്ചും ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്ന കുറച്ചധികം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം സ്പെയിനാണ്. കാരണം സ്പെയിനാണ് വളരെ ക്രിയാത്മകമായിട്ട് ഇപ്പോൾ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഫലസ്തീനുമായിട്ട് സാംസ്കാരികപരമായോ മതപരമായോ ഒന്നും സാമ്യമില്ലാത്ത കുറച്ചധികം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയുടെ തിട്ടൂരത്തെ എതിർത്തുകൊണ്ട് തന്നെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുമെന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെയിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സ്പെയിൻ കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഉടമ്പടികളാണ് ഇസ്രായേലുമായിട്ടുള്ള റദ്ദാക്കുന്നത്. മാത്രമല്ല, തങ്ങളുടെ വ്യോമ പരിധി ഇസ്രായേലിന് അനുവദിക്കില്ല എന്നവർ പറയുന്നു. മാത്രമല്ല, ഇസ്രായേലിനെതിരെ പൂർണ്ണമായ ഉപരോധത്തെപ്പറ്റി സ്പെയിൻ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് സ്പെയിൻ്റെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്, ഇസ്രായേലിന് ലോകകപ്പ് ഫുട്ബോളിൽ യോഗ്യത കിട്ടുകയാണെങ്കിൽ സ്പെയിൻ ഇനി ലോകകപ്പ് ഫുട്ബോൾ കളിക്കുകയില്ലെന്നാണ് പറയുന്നത്. ലോകകപ്പ് ഫുട്ബോൾ കളിക്കില്ല. ഇസ്രായേലിന് അംഗീകാരം കിട്ടുകയാണെങ്കിൽ, ഇസ്രായേൽ അതിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ തങ്ങൾക്ക് ആ ലോകകപ്പ് ഫുട്ബോൾ വേണ്ട എന്നാണ് അവർ പറയുന്നത്. കാരണം ലോകകപ്പിൽ വലിയ റാങ്കിംഗ് ഉള്ള, ഇപ്പോൾ 1ാം സ്ഥാനത്ത് തന്നെയുള്ള സ്പെയിൻ അവരുടെ ലോകകപ്പ് മോഹങ്ങൾ പോലും ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ സയനിസ്റ്റ് മനോഭാവത്തിനെതിരെ പോരാടുന്നു എന്നത് പ്രശംസനീയമാണ്. കാരണം നമ്മൾ അർജന്റീനയുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യണം. കാരണം അർജന്റീന ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു, ഫലസ്തീന് പ്രതികൂലമായിട്ട്. അപ്പോൾ അർജന്റീന എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. വളരെ വലിയ ഇടതുപക്ഷ പാരമ്പര്യമുള്ള, ചെഗുവേരയൊക്കെ ജനിച്ച രാജ്യമാണ്, സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. അവർ പോലും ഇസ്രായേലിന് അനുകൂലമായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ പശ്ചാത്തലം, ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിൻ്റെ പശ്ചാത്തലമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യമായ, നമ്മൾ പണ്ട് നമ്മൾ സാമ്രാജ്യത്വ രാജ്യമെന്ന് പറഞ്ഞ സ്പെയിൻ ഇപ്പോൾ ഇസ്രായേലിന് പ്രതികൂലമായിട്ട്
തങ്ങളുടെ ലോകകപ്പ് പോലും ഉപേക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അതൊക്കെ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രിട്ടനും ഇങ്ങനെ ചില പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വരികയാണ്. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ എന്ത് തിട്ടൂരത്തെയും തങ്ങൾ എതിർക്കുവാൻ തയ്യാറാണ്, തങ്ങളും സ്വതന്ത്ര ഫലസ്തീനൊപ്പം നിൽക്കുന്നു എന്ന രീതിയിൽ അവരും പ്രതികരിച്ചിരിക്കുന്നു. ഒപ്പം ഇറ്റലി ഫുട്ബോൾ ടീമിൻ്റെ പ്രതികരണം നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടതാണ്. അവർ ലോകകപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം ഇസ്രായേൽ താരങ്ങൾ അവർക്ക് കൈകൊടുക്കാൻ വന്നപ്പോൾ അവർ നിഷേധിച്ചു. കാരണം ഇസ്രായേൽ തുടരുന്ന സയനിസ്റ്റ് മനോഭാവത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അവരവരുടെ ഒരു സയനിസ്റ്റ് വിരുദ്ധ മനോഭാവം ഗ്രൗണ്ടിൽ കാണിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ആളുകൾ, അവരൊക്കെയും ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് മനോഭാവത്തിനെതിരെ പ്രതികരിക്കുന്നു എന്നത് അല്പം ആശ്വാസത്തിന് വക നൽകുന്ന സംഗതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖൊംനയുടെ പ്രഖ്യാപന പ്രകാരം 2040 ഫലസ്തീൻ സ്വതന്ത്രമാകുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലോക്ക് ടെഹ്റാനിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേൽ ആ ക്ലോക്ക് നശിപ്പിച്ചിട്ടുണ്ട് എന്ന ചില വാദഗതികൾ ഇസ്രായേൽ നടത്തിയിരുന്നു. പക്ഷേ അത് സത്യമല്ല. ആ ക്ലോക്ക് ഇപ്പോഴും അവിടെ ഉണ്ട്, ടെഹ്റാനിലുണ്ട് എന്ന രീതിയിൽ ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖൊംനയുടെ ഒരു പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായത്. 2040 ഫലസ്തീൻ സ്വതന്ത്രമാകും എന്ന ഒരു പ്രവചനത്തെ തുടർന്നാണ് ആ ക്ലോക്ക് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇറാനികളുടെ അവരുടെ പ്രത്യശാസ്ത്രപരമായ ദൗത്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുണ്ടായിട്ടുള്ളത്. ആ ക്ലോക്കിൽ കൗണ്ട് ഡൗൺ ഡേറ്റുകൾ ഇങ്ങനെ വരാറുണ്ട്. അതായത് ഇനി ഇത്ര ദിവസം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം പുലരുവാൻ എന്ന രീതിയിൽ കൗണ്ട് ഡൗൺ വരാറുണ്ട്. അങ്ങനെ കൗണ്ട് ഡൗണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2040 പോകണ്ട എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ വരുന്നത് ഫലസ്തീൻ സ്വതന്ത്രമാകാൻ. കാരണം ലോകത്തിൻ്റെ അഭിപ്രായം കൂടുതൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായി വരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ ഗസയിൽ പിടിച്ചെടുക്കുവാൻ ഒരുപക്ഷെ ഇസ്രായേലിന് സാധിച്ചേക്കാം, പക്ഷേ അവിടുത്തെ പോരാട്ടങ്ങളൊന്നും നിലയ്ക്കില്ല. അവരുടെ ആത്മവീര്യത്തെ ഒന്നും കെടുത്തുവാൻ ഇസ്രായേലിൻ്റെ ഈ സയനിസ്റ്റ് മനോഭാവത്തിനോ അവരുടെ തോക്കുകൾക്കോ ഒന്നും കഴിയില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനൊക്കെ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ഈ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ വായിക്കുന്നത്, അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയും ഒന്നുമില്ല, യൂട്യൂബ് ഒന്നുമില്ല, വായിക്കുമ്പോൾ അവർ ഈ ചീറിപ്പാഞ്ഞു വരുന്ന ഇസ്രായേലി ടാങ്കുകൾക്ക് മുമ്പിൽ, കവചിത വാഹനങ്ങൾക്ക് മുമ്പിൽ കല്ലിൽ കവണ തൊടുത്ത് എതിർക്കുന്ന ഇസ്രായേലിൻ്റെ സൈന്യത്തെ എതിർക്കുന്ന ഫലസ്തീനികളുടെ ആത്മധൈര്യം അത് ഇപ്പോൾ കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. അവർക്കിപ്പോൾ അത്യാധുനിക ആയുധങ്ങളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ട്. അതുപോലെ അവരുടെ സഹോദര രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ കൂടുതൽ സമ്പന്നരായിരിക്കുന്നു. ഇതൊന്നുമില്ലാതിരുന്ന സമയത്ത് അവരുടെ ആത്മധൈര്യത്തിലൂന്നി ഈ ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് മനോഭാവത്തെ ഫലസ്തീനികൾ ചെറുത്തു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ഗസയുടെ ചരിത്രവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ ഇസ്രായേലിന് ഗസ കീഴടക്കുവാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവിടെ അവരുടെ പോരാട്ടങ്ങൾ, ഗസയിലെ പോരാട്ടങ്ങൾ അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം. ഗസ അവർ എത്രത്തോളം സഹനങ്ങൾ സഹിച്ചും അവരുടെ സ്വാതന്ത്ര്യ പന്ഥാവിലേക്ക് നടന്നു തന്നെ പോകും എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ വർഗീയ ജ്വരം ബാധിച്ച ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്വാതന്ത്ര്യം അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലോകത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും അത് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പൂവണിയുന്നതിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുതന്നെ ഗസയുടെ കാര്യത്തിലും സംഭവിക്കും. കുറച്ചധികം പീഡനങ്ങളും മനുഷ്യജീവനുകളും കുട്ടികളുടെ ജീവിതങ്ങളും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അവരുടെ സ്വാതന്ത്ര്യ സമരം യാഥാർത്ഥ്യമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.